വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്ന സംഘപരിവാർ അജണ്ട PM ശ്രീ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായി CPI പൊന്നാനി മണ്ഡലം കമ്മിറ്റി AE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് AE ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആരാധന പഠിക്കൽ മാത്രമല്ല, അപരവിദ്വേഷം പഠിപ്പിക്കുന്ന ഓരോ സിലബസുകൾ. അപ്പോൾ ഇടതുപക്ഷം ഇങ്ങനെയുള്ള പാഠ്യപദ്ധതികളെ സമ്പൂർണ്ണമായി എതിർത്തു എന്നുള്ളത് കൊണ്ടാണ് PM പദ്ധതി കേരളം സ്വീകരിക്കാതിരുന്ന. പശ്ചിമ ബംഗാൾ എതിർത്തു, തമിഴ്നാട് എതിർത്തു. എന്നാൽ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കണം, ഭിന്നശേഷി കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം, ഭിന്നശേഷി കുട്ടികൾക്ക് യൂണിഫോം വേണം. അതിനൊക്കെയുള്ള ഒരു ഫണ്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നത്. ആ ഫണ്ടിൻ്റെ പേരാണ് SSK ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 1300 കോടിയോളം വരും ഓരോ സംസ്ഥാനത്തിൻ്റെ തോതനുസരിച്ച്. അങ്ങനെ 4-5 കൊല്ലമായ മോഡി ഗവൺമെൻറ് ആ ഫണ്ട് കേരള ഗവൺമെൻറ്റിന് കഴിഞ്ഞ കാലയളവിലേക്ക് കൊടുത്തിട്ടില്ല. അപ്പം അത് തരാൻ വേണ്ടി, അത് തരണമെങ്കിൽ നിങ്ങൾ ഈ PMC നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. അത് യൂണിഫോം ഒക്കെ കുട്ടികൾക്ക് കിട്ടണമെന്നുള്ളൊരു വ്യഗ്രതയിലാണ് അന്ന് LDF ഗവൺമെൻറ് അതിന് ഒപ്പുവെച്ചത്. പക്ഷെ തെറ്റായിപ്പോയി എന്ന് പിന്നീട് നമ്മുടെ അറിവിൻ്റെ ഫലമായിട്ടാണ് മരവിപ്പിച്ചതും. ഇത് ഈ രാജ്യത്തിൻ്റെ വർഗീയതയുടെ ഏറ്റവും വലിയ വിഷവിത്ത് പാകി ജനങ്ങളുടെ മസ്തിഷ്കത്തിനെ, ജനങ്ങളുടെ മനസ്സിനെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിഭജിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രത്തിൽ ഇത് നടപ്പിലാക്കപ്പെടരുതെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറയുന്നത്. നിങ്ങൾക്കറിയുമോ, RSSൽ ഇന്ത്യയിൽ 68,000 സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളുടെ പേരാണ് ഏക്കൽ വിദ്യാലയ അല്ലെങ്കിൽ സരസ്വതി വിദ്യാലയം. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ആ സ്കൂളുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഈ 68,000 സ്കൂളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കഴിഞ്ഞ 80 വർഷത്തിനുള്ളിൽ പഠിച്ചു പുറത്തിറങ്ങിയത്. അവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും. അതിന് പുറമെ ഒരു വിഷയം കൂടിയുണ്ട്, എങ്ങനെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന്. KK ബാബു അധ്യക്ഷത വഹിച്ചു. AK ജബ്ബാർ, P രാജൻ, ജയപ്രകാശ്, ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ഫസലുർ റഹ്മാൻ, P ഭാസ്കരൻ, ബബിത, M മാജിദ്, മുർഷിദുൽ ഹക്ക്, സുബ്രഹ്മണ്യൻ ആലങ്കോട്, വേണുഗോപാൽ മാറഞ്ചേരി, മെഹർ അലി, ഗംഗാധരൻ, T അലി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി.